Hi, hello, welcome back to sanasedutips. KTET എഴുതാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTETലെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളും എന്തെങ്കിലും ആ ഒരു ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ എന്നും നമ്മൾ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി വരാൻ പോകുന്ന KTETന് വേണ്ടി സ്പെഷ്യലായിട്ട് ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം ഇനിയും അങ്ങോട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത ക്ലാസ്സുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നേരെ നമ്മുടെ ഇന്നത്തെ സെഷനിലോട്ട് പോവാം. നോക്കൂ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇഫക്റ്റീവ് സ്ട്രാറ്റജീസ് ടു ടീച്ച് ന്യൂ കോൺസെപ്റ്റ്? Presenting examples, presenting non-examples, promoting thinking about relationship amongst a concept, giving a definition and encouraging students to rote memorize it. ഓപ്ഷൻസ് 1, 2, 3, 4, 1, 4, 4 ഓൺലി 1, 2 and 3 എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇതിലേതായിരിക്കും വരിക? അപ്പോൾ ഈ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഈ 4 ഓപ്ഷനിൽ ഒരിക്കലും എന്തൊരു ഇഫക്റ്റീവ് സ്ട്രാറ്റജി ആയിട്ട് പറയാൻ പറ്റാത്തതിലേതാണ്? ഇതിൽ റോട്ട് മെമ്മറൈസ് എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ഒരു ഇഫക്റ്റീവ് സ്ട്രാറ്റജിയിൽ പെടുന്നതല്ല. അപ്പം നമ്മുടെ ഒരു ടീച്ചിങ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു ഡെഫിനേഷൻ പറഞ്ഞു കൊടുക്കുക, അത് കാണാപ്പാടം പഠിപ്പിക്കുന്ന രീതിയല്ല. പകരം അത് കുട്ടികളെ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളൊരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്, പ്രോബ്ലം സോൾവിങ് സ്കിൽസിന് എല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു ടീച്ചിങ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ കാണാപ്പാടം പഠിപ്പിക്കുന്ന എന്തില്ല പ്രാധാന്യമില്ല. കുട്ടികൾ കാണാപ്പാടം പഠിക്കുന്നതിനും എന്തില്ല, അവിടെയും ആ ഒരു രീതിക്കാണെങ്കിൽ പോലും ആ ഒരു ലേണിംഗ് എന്ന് പറയുന്നത് എന്തല്ല, ഇഫക്റ്റീവ് അല്ല. കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ എന്തില്ല, റോട്ട് മെമ്മറൈസ് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അവിടെ എന്താണ്, പറ്റത്തില്ല അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് തന്ന ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾക്ക് 4ാമത്തെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാം. സോ ഇതിലും 4 വരുന്നുണ്ട്, ഇതും 4 വരുന്നുണ്ട്, ഇതും വരുന്നു. സോ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും 1, 2, 3 ആണ് റൈറ്റ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു കോൺസെപ്റ്റ് പഠിപ്പിക്കുന്ന സമയത്ത് എക്സാമ്പിൾസിലൂടെയും അതുപോലെ തന്നെ നോൺ എക്സാമ്പിൾസിലൂടെ നമ്മുടെ ബ്രൂണർ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എല്ലാം പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ എക്സാമ്പിൾസ് നോൺ എക്സാമ്പിൾസിനെല്ലാം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതുപോലെ തന്നെ കണക്ട് ചെയ്ത് പഠിപ്പിച്ച് പോവുകയാണെങ്കിൽ കോൺസെപ്റ്റുകൾ തമ്മിൽ കണക്ട് ചെയ്ത് പഠിപ്പിച്ച് പോകാൻ അതും എന്താണ് വെരി ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ്. സോ പ്രൊമോട്ടിംഗ് തിങ്കിങ് അബൌട്ട് റിലേഷൻഷിപ്പ് എമംഗ്സ് കോൺസെപ്റ്റ്, ഇത്രയും എന്താണ് 3 വളരെ ശരിയായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് തന്നേക്കുന്നത്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, 1, 2, 3 എന്നുള്ളത് ശരിയല്ലേ. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആപ്റ്റ്ലി ഡിസ്ക്രൈബ്സ് ദി പേർപ്പസ് ഓഫ് എ ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ്? അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ആപ്റ്റ്ലി ഡിസ്ക്രൈബ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് 1, 2 ഓപ്ഷൻസ് മേ ബി ഏകദേശം നമ്മുടെ ആ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത് തോന്നും. പക്ഷേ നിങ്ങൾ എന്താ ചെയ്യണം, ഏറ്റവും മോസ്റ്റ് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നമുക്ക് വായിക്കാം. ടു ഐഡൻറ്റിഫൈ ദ ഏരിയാസ് വെർ സ്റ്റുഡൻസ് മേ നീഡ് അഡീഷണൽ സപ്പോർട്ട് ഓർ ഇൻസ്ട്രക്ഷൻ ആൻഡ് റെമഡിയൽ മെഷേഴ്സ്, ടു ഗിവ് സ്റ്റുഡൻസ് ദ ഓപ്പർച്യൂണിറ്റി ടു ക്രിട്ടിക്കലി അസസ് ദ work of their peers, to identify the attitude patterns of students and design a career guidance programs as per their needs, to provide feedback to the teacher about their teaching method. അപ്പോൾ ഇതിലേതായിരിക്കും ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റിൻ്റെ മെയിനായിട്ട് വരുന്നൊരു പേർപ്പസ് ആയിട്ട് പറയുന്നത്? അപ്പം ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റ് ഏത് തന്നെയായിരിക്കും? ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ. അപ്പോൾ കുട്ടികളിൽ ഏതാണ് വീക്ക് ഏരിയ കണ്ടെത്തുക, അവർക്ക് അതിനെ പറ്റി റെമഡിയൽ മെഷേഴ്സ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ പേർപ്പസ് ആയിട്ട് വരുന്നത് അല്ലേ. അതായത് കുട്ടികളുടെ കാര്യങ്ങൾ അവരെ അസസ് ചെയ്തിട്ട് മറ്റുള്ളവർ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഇവിടെ കരിയർ ഗൈഡൻസിന് വേണ്ടി ആ ഒരു രീതിക്ക് എന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ നമുക്കറിയാം ഈ ഒരു ഡയഗ്നോസ്റ്റിക് അസസ്മെൻറ്റിലൂടെ നമുക്കൊരു ഫീഡ്ബാക്ക് ടീച്ചറിൻ്റെ ഒരു ടീച്ചിങ് എത്രമാത്രം ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ പോലും മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്, കുട്ടികളുടെ നീഡ് മനസ്സിലാക്കാൻ, കുട്ടികൾ എവിടെയാണ് സപ്പോർട്ട് കൊടുക്കേണ്ടത്, അപ്പോൾ അതിന് പറ്റിയ റെമഡിയൽ മെഷേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് വെരി ആപ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ശരിയല്ലേ. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മിന്നു ഈസ് സ്ട്രഗ്ലിംഗ് വിത്ത് എ ഡിഫിക്കൽട്ട് മാത്ത് പ്രോബ്ലം. വാട്ട് ക്യാൻ ഹെർ ടീച്ചർ ഡു ടു എൻഹാൻസ് ഹെർ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്? അപ്പോൾ മിന്നു എന്ത് ചെയ്യുന്നത്, മാത്ത് പ്രോബ്ലം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്, സ്ട്രഗിൾ ചെയ്യാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ മിന്നുവിൻ്റെ ടീച്ചർക്ക് എങ്ങനെ ഈ ഒരു പ്രോബ്ലം സോൾവ് അല്ലെങ്കിൽ ഇങ്ങനെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് ശ്രദ്ധിച്ച് വായിക്കുക. ഗിവ് സിവിയർ പണിഷ്മെൻറ്റ് സോ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് റിപ്പീറ്റഡ് ഇൻ ഫ്യൂച്ചർ. ഗിവ് ഹാർ ദ സൊല്യൂഷൻ ടു ദ പ്രോബ്ലം. Tell her to skip the problem and move on the next one. Encourage her to keep trying and offer scaffolding when needed.
അപ്പോൾ ഇതിലേതായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടികൾ ഏതെങ്കിലും ഒരു പ്രോബ്ലമായിട്ട് ഡിഫിക്കൽട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യുവാണ്, സ്ട്രഗിൾ ചെയ്യുവാണ്, ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അവരോട് സ്കിപ്പ് ചെയ്യാൻ പറയാൻ പറ്റില്ല അല്ലേ. ഇത് വിട്ടേക്ക് നമുക്ക് അടുത്ത് നോക്കാം എന്ന രീതിയിൽ നമ്മൾ ഒരിക്കലും അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് ഇതിൻ്റെ സൊല്യൂഷൻ പറയുന്നതും എന്ത് തന്നെയാണ്, അതും കറക്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് അല്ല. പിന്നെ എന്താണ്, പണിഷ്മെൻറ്റ് കൊടുക്കുക, നീ ഇത് ചെയ്തില്ലോ എനിക്ക് ഇന്ന് 2 അടി പിടിക്കുക എന്ന രീതിയിലും അതും നമുക്ക് പറ്റത്തില്ല അല്ലേ. അപ്പോൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്, അവരെ എൻകറേജ് ചെയ്യുക, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവരെ എൻകറേജ് ചെയ്യണം. അതേ സമയത്തും അവർക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കൊടുക്കുക, അങ്ങനെ ഏതെങ്കിലും രീതി അവർ ഒരു കൈത്താങ് അവർക്ക് നൽകിക്കൊണ്ട് അവർ ആ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് കംപ്ലീറ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ അല്ലേ. അങ്ങനെ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. സോ എൻകറേജ് ഹെർ ടു കീപ് ട്രൈയിങ് ആൻഡ് ഓഫർ സ്കാഫോൾഡിങ് വെൻ നീഡഡ്. ഓക്കെ ആണല്ലോ. അടുത്ത ദിവസം നോക്കാം. ഇൻ ആൻ ഇൻക്ലൂസീവ് ക്ലാസ് റൂം ദ ടീച്ചർ, ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ ടീച്ചർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? ട്രൈസ് ടു എൻകറേജ് ചിൽഡ്രൻ ടു ഡു ബെറ്റർ ബൈ പ്രൊമോട്ടിംഗ് കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്, ഐഡന്റിഫൈ ഡെഫിസിറ്റ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് കറക്റ്റ്ലി ലേബിൾസ് ദം, സെഗ്രിഗേറ്റ്സ് ചിൽഡ്രൻ ബേസ്ഡ് ഓൺ ഡിഫറിംഗ് അക്കാഡമിക് കാപ്പബിലിറ്റീസ്, മോഡിഫൈസ് ദ കരിക്കുലം ആൻഡ് പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ് ടു സൂട്ട് വേരിയഡ് നീഡ്സ് ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്? ആൻസർ ഡി ആണ് അല്ലേ. അപ്പോൾ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം സെറ്റപ്പിൽ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ എന്തായിരിക്കണം, ആ ഒരു കരിക്കുലം മോഡിഫൈ ചെയ്യുക, കുട്ടികളുടെ നീഡ്സിനനുസരിച്ചുള്ള ഒരു പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇപ്പോൾ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ആയിരിക്കണം നമുക്ക് അവിടെ വരേണ്ടത്. അതുപോലെ അതുകൊണ്ട് ഈ ഒരു സംഭവത്തിന് അധികം ഇതിൽ വരാതായിപ്പോയി, ആൻസർ ആയിട്ട് വരാതെ പോയിട്ട്. അപ്പോൾ നമുക്ക് കുട്ടികളെ എൻകറേജ് ചെയ്യാം, പക്ഷേ അത് മാത്രം അങ്ങോട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇൻക്ലൂസീവ് ക്ലാസ് റൂം ആണ്. അതുകൊണ്ടാണ് ദെൻ ഐഡന്റിഫൈ ഡെഫിസിറ്റ്സ് ഇൻ ചിൽഡ്രൻ ആൻഡ് ലേബൽ ആൻഡ് കറക്റ്റ്ലി കുട്ടികൾക്ക് ലേബൽ ചെയ്യുക എന്നുള്ളത് ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം സെറ്റപ്പിൽ വരുന്നത്. അതുപോലെ തന്നെ സെഗ്രിഗേറ്റ് ചെയ്യുക, കുട്ടികളെ വേർതിരിച്ച് കാണുക എന്നുള്ള സംഭവം ഒന്നും ഒരിക്കലും ഇൻക്ലൂസീവ് ക്ലാസ് റൂം സെറ്റപ്പിൽ വരുന്നൊരു കാര്യങ്ങളല്ല കേട്ടോ. അപ്പോൾ ആപ്റ്റ് എന്ത് തന്നെയാണ്, ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ നീഡ്സിനനുസരിച്ചുള്ള പെഡഗോജിക്കൽ സ്ട്രാറ്റജീസ് കൊണ്ടുവരിക, നമ്മുടെ കരിക്കുലത്തിൽ മോഡിഫിക്കേഷൻ വരുത്തുക എന്നുള്ളത് റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ റോൾ ഓഫ് ദ ടീച്ചർ ഇൻ പ്രോഗ്രസീവ് എഡ്യൂക്കേഷൻ? പ്രോഗ്രസീവ് എഡ്യൂക്കേഷന് ടീച്ചറുടെ റോൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ടീച്ചർ ഇസ് ദ പ്രൈമറി സോഴ്സ് ഓഫ് നോളജ്, ടീച്ചർ സെർവ്സ് ഇസ് എ ഫെസിലിറ്റേറ്റർ, ദ ടീച്ചർ ഇംപ്ലിമെൻറ്റ്സ് ദ പ്രിസ്ക്രൈബ്ഡ് കരിക്കുലം ആസ് ഇറ്റ് ഈസ്, ദ ടീച്ചർ ലീവ്സ് ദ ചിൽഡ്രൻ ഓൺ their own to work independently. അപ്പോൾ നമ്മളിതെല്ലാം നമ്മുടെ NCF-ലും കാര്യങ്ങളെല്ലാം പഠിച്ചാണ്. ടീച്ചറുടെ റോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ചുമ്മാ ഒരു നോളജ് സപ്ലൈ ചെയ്യുക ആ ഒരു രീതിക്കല്ല, അല്ലെങ്കിൽ നമ്മൾ എന്താണോ നമ്മുടെ കരിക്കുലത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുട്ടികളെ ഒറ്റയ്ക്ക് ആ കാര്യങ്ങളൊക്കെ പഠിക്കാൻ പഠിക്കുക, അല്ലെങ്കിൽ തന്നെ അവരോട് വർക്കുകൾ ചെയ്യാൻ ആ ഒരു രീതിക്കും അല്ല. പകരം എന്നോ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു NCF-ലെല്ലാം പറയുന്നതാണ് ടീച്ചർ റോൾ ഓഫ് ദ ടീച്ചർ ഈസ് ഫെസിലിറ്റേറ്റർ ആണ് അല്ലേ. അപ്പോൾ കുട്ടികളെ ലേണിംഗിന് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ആണ് ആപ്റ്റ് ആയിട്ടുള്ള റൈറ്റ് ആൻസർ. അടുത്ത് നോക്കൂ. ഹവാർഡ് ഗാർണേഴ്സ് കൺസെപ്റ്റ് ഓഫ് ഇൻ്റലിജൻസ് ഇംപ്ലിക്കേറ്റ്സ് ദാറ്റ്. അപ്പോൾ നമ്മുടെ ഗാർണർ ഇൻ്റലിജൻസിൻ്റെ കൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്നാണ് കേട്ടോ. എവർ processes and understand the world in the same way. Human beings differ in their abilities in different domains. Intelligence has only one dimension. Intelligence is only about practical learning. അപ്പോൾ ഇതിൽ ഏതായിരിക്കും വരിക? അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഗാർണർ തിയറിയിൽ കുറേ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പേരിൽ തന്നെയുണ്ട്. അപ്പോൾ ഓരോരുത്തരും യൂണീക്കാണ്, അവരുടേതായിട്ടുള്ള പല എബിലിറ്റീസും അതുപോലെ തന്നെ പല ടൈപ്പ് ഓഫ് ഇൻ്റലിജൻസും അവരുടെ ഉള്ളിലുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്കറിയാം ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഡിഫർ ഇൻ ദർ എബിലിറ്റീസ് ആണ്, ഇൻ ഡിഫറെൻറ്റ് ഡൊമൈൻസിലാണ് അല്ലേ. അപ്പോൾ ഒരൊറ്റ ഡൊമൈനിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെ വൺ ഡയമെൻഷൻ അല്ലെങ്കിൽ വൺ ഡൊമൈൻ എന്ന് പറയുന്നത് ഒരിക്കലും പറയാൻ പറ്റുന്ന സംഭവമൊക്കെ നമ്മുടെ ഗാർണറുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി പ്രകാരം. അതുപോലെ തന്നെ ഓൺലി അബൌട്ട് പ്രാക്ടിക്കൽ ലേണിംഗ്, ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ഒരു ഇറ്റ് ഈസ് ഓൺലി അബൌട്ട് പ്രാക്ടിക്കൽ ലേണിംഗ്, അങ്ങനെ ആ ഒരു രീതിക്ക് നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ എവരിവൺ പ്രോസസ്സസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ്, എല്ലാവരും ഒരേപോലെയാണ് ഈ വേൾഡ് കാണുന്നു എന്ന് പറയുമ്പോൾ, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് പറയുമ്പോൾ അതും തെറ്റ് തന്നെയാണ്. കാരണം ഓരോരുത്തരും എല്ലാവർക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് അല്ലേ. അത് ഓരോരുത്തരുടെ കഴിവും ഓരോരോ ഡൊമൈനിലായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ആപ്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് ഡിഫർ ഇൻ ദർ എബിലിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് ഡൊമൈൻസ് അല്ലേ. സോ ഇതാണ് ഏറ്റവും റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണ്. ലേണേഴ്സ് ഫീൽ എൻഗേജ്ഡ് ആൻഡ് ആക്റ്റീവ്ലി ഇൻവോൾവ് ഇൻ പ്രോസസ് ഓഫ് ലേണിംഗ് വെൻ. അപ്പോൾ ലേണർ നല്ല ആക്റ്റീവായിട്ട് ഒരു ലേണിംഗ് പ്രോസസ്സിൽ ഇൻവോൾവ് ആവണമെങ്കിൽ എങ്ങനെയായിരിക്കും ആ ലേണിംഗ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ടിവിറ്റീസ് ആർ റിലേറ്റഡ് ടു ദിയർ കോണ്ടെക്സ്റ്റ്. ഫോക്കസ് ഓഫ് ലേണിംഗ് ഇസ് റിപ്പീറ്റേഷൻ ആൻഡ് മെമ്മറൈസേഷൻ. സോഷ്യോ ഇമോഷണൽ നീഡ്സ് ഓഫ് ലേണേഴ്സ് ആർ ഇഗ്നോർഡ്. ദർ പ്രയർ നോളജ് ഇസ് ഡിസ്കാർഡഡ് ആൻഡ് നിഗ്ലക്റ്റഡ്. അപ്പോൾ എങ്ങനെ ലേണിംഗ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം?
ആൻസർ ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ. ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്മൾ ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ആർ റിലേറ്റഡ് ടു ദർ കോണ്ടെക്സ്റ്റ് ആയിരിക്കണം. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കണം, കുട്ടികളുടെ നീഡ് ബേസ്ഡ് ആയിരിക്കണം. ഒരിക്കലും എന്താവാൻ പറ്റില്ല, റിപ്പീറ്റേഷനും മെമ്മറൈസേഷനും ഒന്നും നമ്മുടെ നമ്മുടെ ഒരു ലേണിങ്ങിന് ഒരു പ്രാധാന്യം ഇല്ലാത്തല്ല. അവിടെ നമ്മുടെ ആക്റ്റീവായിട്ടൊരു ലേണിംഗ് പ്രോസസ്സ് നടക്കണമെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദർ കോണ്ടെക്സ്റ്റ് ആയിരിക്കും. അതുപോലെ നമ്മുടെ കുട്ടികളുടെ സോഷ്യോ ഇമോഷണൽ നീഡ്സിനെല്ലാം എന്താണ് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ, പറ്റത്തില്ല അല്ല. അതെല്ലാം നമ്മൾ കണക്കിലാക്കണം, ഹാവ് ടു കൺസിഡർ ആണ്. അതുപോലെ തന്നെ പ്രയർ നോളജ്, നമ്മുടെ പ്രീവിയസ് നോളജ് ഇസ് ഡിസ്കാർഡഡ് ആൻഡ് നിഗ്ലക്ട്. നമുക്കറിയാം കുട്ടികളുടെ പ്രീവിയസ് നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നോളജ് വെച്ചിട്ടാണ് പിന്നെ ബാക്കിയുള്ള പുതിയ കാര്യം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ കണക്ട് ചെയ്ത് പഠിപ്പിച്ച് പോകുന്നത്. സോ കുട്ടികളുടെ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. ഒരിക്കലും നമ്മൾ അതിനെ എന്താ ഡിസ്കാർഡ് ചെയ്യാൻ നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അതിൽ നിന്നാണ് നമ്മൾ ബാക്കി ഇങ്ങനെ കോർത്ത് പോവുകയാണ് കാര്യം. അങ്ങനെ രീതി പഠിപ്പിച്ചിട്ടാണ് കണക്ട് ചെയ്ത് പഠിപ്പിച്ച് പോകുമ്പോഴാണ് ലേണിംഗ് എന്ന് പറയുന്നത് അവർക്കും ഇൻട്രസ്റ്റിംഗ് ആവുക, അതുപോലെ തന്നെ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് ആക്റ്റീവ് ആവുന്നത് അല്ലേ. സോ ആൻസർ ഓപ്ഷൻ ഏതാണ് നമുക്ക് അറിയാം, വായിക്കുമ്പോൾ നമുക്കറിയാം ആക്ടിവിറ്റീസ് ആർ റിലേറ്റഡ് ടു ദർ കോണ്ടെക്സ്റ്റ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്ക് ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം. നമ്മുടെ KTET സൈക്കോളജിയുടെ എസ്പെഷ്യലി പറയുകയാണെങ്കിൽ K3യുടെ അഡോളസൻസ് സൈക്കോളജി ആ ഒരു രീതിക്ക് നമ്മുടെ കയ്യിൽ ഒരു PDF അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്ത PDF ആണ്. അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ്, ഒരു 400 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മിക്കവാറും എക്സാമിൽ ചോദിച്ച് അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ഹോട്ട് ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്ക് എന്നും ചോദിക്കുന്ന ഷോർട്ട് ഏരിയാസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഒരു ഏരിയാസിനൊക്കെ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തിട്ട് വന്നാൽ, അതായത് നമ്മൾ വാരി വലിച്ചല്ല, നമ്മളൊരു ക്യാപ്സ്യൂൾ പോലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന രീതിയിൽ നമ്മുടെ K3യുടെ ആ ഒരേ ഓർഡറിൽ പോകുന്ന ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് വേണം എന്നുള്ളവർ ഈ തന്ന നമ്പറിലോട്ട് 7907406007 എന്ന നമ്പറിലോട്ടൊന്ന് വാട്സപ്പിൽ ഒന്ന് സൈക്കോളജി PDF മെസ്സേജ് ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഒരു PDF ലഭിക്കുന്നതായിരിക്കും. ചെറിയൊരു പേയ്മെൻറ്റ് മാത്രമുള്ള 99 rupees ആണ് അതിന് പേയ്മെൻറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വേണ്ടവർ ഈ ഒരു നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം. നമ്മൾ ശരിക്കും നമ്മുടെ ആ ഒരു സൈക്കോളജി നമ്മുടെ K3യുടെ അതേ ഓർഡറിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിഫൻസ് മെക്കാനിസം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എല്ലാം തന്നെ നമ്മൾ ഈസി ആയിട്ട് പഠിക്കുന്നത്. മാക്സിമം കുറച്ച് സമയം കൊണ്ട് അത്യാവശ്യം മാർക്ക് നേടാനുള്ള സംഭവമാണ് ആ ഒരു PDF സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ ഈ തന്ന നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം, വാട്സപ്പിലോട്ട് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് അബൌട്ട് ദി പ്രോസസ് ഓഫ് ലേണിംഗ് അക്കോർഡിംഗ് ടു സോഷ്യോ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ്. അപ്പോൾ സോഷ്യോ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് പ്രകാരം തന്നതിൽ ഏതാണ് ലേണിംഗുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്നാണ് കേട്ടോ. ലേണിംഗ് ഈസ് എ ഇൻഡിവിജ്വലിസ്റ്റിക് പ്രോസസ് ആണ് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ഐസൊലേഷൻ. ലേണിംഗ് ഒക്കേഴ്സ് ഓൺലി ഇൻ എ ക്ലാസ് റൂം ഓർ ഫോർമൽ എഡ്യൂക്കേഷണൽ സെറ്റിംഗ്. ലേണിംഗ് ഈസ് എ പാസീവ് പ്രോസസ് ദാറ്റ് ഒക്കേഴ്സ് സോൺലി ത്രൂ ഒബ്സർവേഷൻ. ലേണിംഗ് ഈസ് എ സോഷ്യൽ പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ്. അപ്പോൾ ഇതിലേതാണ് റൈറ്റ് ആൻസർ? അപ്പോൾ നമുക്ക് പറഞ്ഞു സോഷ്യോ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറീസ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. സോ എന്താണ് ലേണിംഗ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ പ്രോസസ്സാണ് അല്ലേ, സോഷ്യൽ പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്താൽ മാത്രമേ ലേണിംഗ് നടത്തുള്ളൂ, ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു ക്ലാസ് റൂം സെറ്റിങ്ങിൽ മാത്രം അത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. അതുപോലെ ലേണിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ആക്റ്റീവ് പ്രോസസ്സാണ്, അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രോസസ്സാണ്, ഒരു ആക്റ്റീവ് പ്രോസസ്സാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്ത ദിവസം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ about adolescence is not correct. അപ്പോൾ നോട്ട് കറക്റ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. Adolescence is a social construction. Adolescence is generally considered to begin with puberty. Adolescence is developmental transition between childhood and adulthood, entirely physical, cognitive and psychosocial changes. Adolescents have very stable emotions. അപ്പോൾ ഇത് ഏതായിരിക്കും നോട്ട് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്, ശ്രദ്ധിച്ച് വായിക്കാം. അപ്പോൾ ഇതിലേതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം അഡോളസൻസ്കാരുടെ ഒരു സോഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഭയങ്കര ഇൻവോൾവ് ചെയ്യുന്ന സമയമാണ്. സോ അവിടെ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഇവിടെ ഇമ്പോർട്ടൻസ്. സോ നമുക്ക് അഡോളസൻസ് ഇസ് സോഷ്യൽ കൺസ്ട്രക്ഷൻ എന്നും പറയാം, തെറ്റില്ല. അത് നമുക്കറിയാം ഇറ്റ്സ് ബിഗൻ വിത്ത് പ്യൂബേർട്ടി ആണ് അല്ലേ, അത് നമുക്കറിയാം. ദെൻ അഡോളസൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസിഷൻ പീരീഡ് ഫ്രം ചൈൽഡ്ഹുഡിൽ നിന്നും അഡൽട്ട്ഹുഡിലേക്കുള്ള ഒരു ട്രാൻസിഷൻ പീരീഡ് ആണ്. അന്നേരം ഫിസിക്കലായിട്ടും കൊഗ്നീറ്റീവ് ആയിട്ടും സൈക്കോ സോഷ്യൽ ചേഞ്ചസ് എല്ലാം വരുന്നൊരു സമയമാണ് അല്ലേ. സോ ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ് നോട്ട് കറക്റ്റഡ്. കാരണം നമുക്കറിയാം അഡോളസൻസ് ഇമോഷൻസ് എന്ന് പറയുമ്പോൾ സ്റ്റേബിൾ ആണോ, അല്ല അല്ലേ. അപ്പോൾ അവിടെ എന്താണ് അവർക്ക് ദേഷ്യം വന്നാൽ ഒരൊറ്റൊരു ദേഷ്യമായിരിക്കും. അതുപോലെ തന്നെ എന്താണ് ഫണ്ണാണെങ്കിൽ നല്ല രീതിയിൽ, ഏതാണെങ്കിൽ അവർക്ക് എക്സ്ട്രീം ലെവലിലോട്ടാണ് അവർ ഇമോഷൻസ് കാണിക്കുക അല്ലേ. സോ ഒരു സ്റ്റേബിൾ വെരി സ്റ്റേബിൾ ഇമോഷൻസ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കത്തില്ല. അത് തന്നെയാണ് ഇതിൻ്റെ നോട്ട് കറക്റ്റായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ ഏതൊരു ഫീലിങ്സ് ആയിക്കോട്ടെ അത് അവർ എക്സ്ട്രീം ലെവലിലാണ് അവർ കാണിക്കുക. അതുകൊണ്ടാണ് അഡോളസൻസ് ഹാവ് വെരി സ്റ്റേബിൾ ഇമോഷൻസ് എന്ന് പറയുന്നത് തെറ്റായിട്ട് വന്നത് കേട്ടോ.
അപ്പോൾ അഡോൾസൻറ്റ് സൈക്കോളജി ഒക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ്സസിൽ അപ്ഡേറ്റഡ് ക്ലാസ്സസിലെല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ K3യുടെ ഓൾമോസ്റ്റ് ഒരു 95% ഓഫ് എല്ലാ സംഭവവും നമ്മൾ സിലബസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ അതുപോലെ തന്നെ KTETൻ്റെ എക്സ്ട്രാ ക്ലാസ്സസ് ആയിട്ടും നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ K3 സൈക്കോളജി അത്യാവശ്യം മാർക്ക് വാങ്ങിക്കാൻ നമ്മുടെ ചാനലിൽ തന്നെ എല്ലാ കണ്ടൻറ്റും ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് നോക്കാം, വാട്ട് ഷുഡ് ബി ദ അണ്ടർലൈങ് പ്രിൻസിപ്പിൾ ഫോർ അസസ്മെൻറ്റ് അക്കോർഡിംഗ് ടു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. അപ്പോൾ NEP 2020 പ്രകാരം നമ്മുടെ അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രിൻസിപ്പിളായിട്ട് പറയാൻ പറ്റുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രൈമറിലി ടെസ്റ്റിംഗ് റോഡ് മെമ്മറൈസേഷൻ സ്കിൽസ്, എൻകറേജിംഗ് ലേണിംഗ് ഓഫ് കണ്ടന്റ് ഓൺലി, ഒപ്റ്റിമൈസിംഗ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഫോർ ഓൾ സ്റ്റുഡൻറ്റ്. അസസ്മെൻറ്റ് ഷുഡ് ഓൺലി ഇൻ ടു ദി കോഗ്നിറ്റീവ് ഡൊമൈൻസ് ത്രൂ എൻഡ് ഓഫ് ഇയർ എക്സാമിനേഷൻ. അപ്പോൾ ഇതിലേതായിരിക്കും വരിക? അപ്പോൾ NEP 2020 പ്രകാരം നമ്മുടെ അസസ്മെൻറ്റ്, നമുക്കറിയാം അസസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? ഇറ്റ് ഒപ്റ്റിമൈസിങ് ലേണിംഗ് ആയിരിക്കും, ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾ സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാ കുട്ടികളുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ഒപ്റ്റിമൈസ്ഡ് ലേണിംഗ് ഔട്ട്കംസ് ഉള്ളതായിരിക്കണം നമ്മുടെ അസസ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കി ബാക്കിയുള്ള ഓപ്ഷൻസ് വരാതിരിക്കാനുള്ള കാരണം നമുക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. റോഡ് മെമ്മറൈസേഷന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞു അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ കണ്ടൻറ്റ് മാത്രം അല്ല, എൻകറേജിങ് ലേണിംഗ് ഓഫ് കണ്ടൻറ്റ് ഓൺലി, കണ്ടൻറ്റ് മാത്രം പഠിപ്പിക്കുക എന്ന്, അല്ലെങ്കിൽ അത് മാത്രം അസസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് അല്ലേ. ദെൻ കുട്ടികൾ എത്രമാത്രം കാണാപ്പാഠം പഠിച്ചു എന്നുള്ള കാര്യം അസസ് ചെയ്യുന്നതും അതും തെറ്റാണ് അല്ലേ. പിന്നെ എന്താണ്, അവർ കൊഗ്നിറ്റീവ് ഡൊമൈനിലുള്ള കാര്യം മാത്രം ഓൺലി ഇൻ ടു ദി കൊഗ്നിറ്റീവ് ഡൊമൈൻസ് ത്രൂ ദി ഇയർ എൻഡ് ഓഫ് ദി ഇയർ എക്സാം, ഒരു ഇയറുടെ എൻഡ് മാത്രം അവർ കുട്ടികൾ കൊഗ്നിറ്റീവ് ഡൊമൈൻ നമ്മുടെ ആ ഒരു നോളജ് പരമായിട്ടുള്ള കാര്യം എത്രമാത്രം പഠിച്ചു എന്നുള്ള കാര്യം അസസ് ചെയ്യുന്നു, അതും തെറ്റാണ്. നമുക്കറിയാം ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്നത് CCE ആണ്, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ആണ്. സോ ഇവിടെ എന്ന് പറയുന്നത് കുട്ടികളുടെ എല്ലാ ഓവറോൾ ഡെവലപ്മെൻറ്റ് ആണ്, കൊഗ്നിറ്റീവ് പരമായിട്ടും അതുപോലെ ബാക്കി എല്ലാ തരത്തിലുള്ള ഡെവലപ്മെൻറ്റും ആണ് ഇവിടെ നമ്മൾ അസസ് ചെയ്യുന്നത്. സോ നമുക്ക് ഒരിക്കലും കൊഗ്നിറ്റീവ് തരം മാത്രം രീതി പറയാൻ പറ്റില്ല. അതുപോലെ നമ്മുടെ ഒരു ഇയർ എൻഡ് എക്സാമിനേഷൻ രീതിയിൽ മാത്രം നമുക്കറിയാം ഫോർമേറ്റീവ് ഇവാലുവേഷൻ, അല്ലെങ്കിൽ ഫോർമേറ്റീവ് അസസ്മെൻറ്റിൻ്റെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് എല്ലാം തന്നെ അടങ്ങുന്നതാണ് നമ്മളൊരു സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇവിടെ ഇയർ എൻഡുള്ള ഒരു അസസ്മെൻറ്റ് അതും കൊഗ്നിറ്റീവ് തരത്തിൽ മാത്രം എന്ന് പറയുന്നത് എന്താണ്? തെറ്റ് തന്നെയാണ് അല്ലേ. സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ C ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ തന്നെ നമുക്ക് എക്സാമിനൊക്കെ ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇങ്ങനെ രീതിയിലെല്ലാം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ പ്രാക്ടീസ് സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും കൂടെ തന്നെ കൂടുക കേട്ടോ. അപ്പോൾ മാക്സിമം എക്സാം വരെ നമ്മൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടെങ്കിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ നമ്മൾ എക്സാം K3 നമ്മൾ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, നമുക്ക് കൂട്ടുകാരോടൊക്കെ ഒന്ന് പറയാം, ഒന്നും പിശുക്ക് കാണിക്കരുത് കേട്ടോ. അതുപോലത്തെ ഒരു ചാനലുണ്ട്, ക്ലാസ്സിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറയാം. ദെൻ കമൻറ്റ് ചെയ്യുക. കീപ് വാച്ചിങ്. Thank you.